ഹലോ നമസ്കാരം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ആളുകളും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനും അതുപോലെ PSC ഒറ്റത്തവണ രജിസ്ട്രേഷനും എല്ലാം ചെയ്യുന്നുണ്ട്. SLC കഴിഞ്ഞ ഉടനെയോ അതല്ലെങ്കിൽ +2 കഴിഞ്ഞ ഉടനെയോ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നു. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല ആളുകൾക്കും അർഹതപ്പെട്ട ജോലികൾ ലഭിക്കുന്നുമില്ല. ഇത്തരത്തിൽ പുതുക്കുവാൻ മറന്നു പോയിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷനിലൂടെ പുതുക്കാവുന്നതാണ്. 1/1/2000 മുതൽ 30/10/2023 വരെ പുതുക്കുവാൻ വിട്ടുപോയവർക്കാണ് ഇപ്പോൾ അവസരം. എന്നാൽ കഴിഞ്ഞ മാസമോ അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള മാസം, അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പുതുക്കുവാൻ വിട്ടുപോയവർക്ക് ഇപ്പോൾ നോർമൽ റിന്യൂവലിലൂടെ പുതുക്കാവുന്നതാണ്. ഇനി ഇത് എന്ന് വരെയാണെന്ന് നോക്കാം. 2024 ജനുവരി 31 വരെയാണ് നിലവിൽ ഇതിനവസരം. ഇത്തരത്തിൽ സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സിമ്പിളായി പുതുക്കാം. ഇതെങ്ങനെ മൊബൈൽ ഫോൺ വഴി ഏറ്റവും സിമ്പിളായി പുതുക്കാമെന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആണ് ഇന്നത്തെ ഓൾ ഇൻഫോ വേർഡ് എന്ന ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ ഏവർക്കും സ്വാഗതം. എങ്ങനെ സ്പെഷ്യൽ റിന്യൂവൽ അതല്ലെങ്കിൽ നോർമൽ റിന്യൂവൽ ചെയ്യാം എന്നുള്ളതിന് മുൻപ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ആരെങ്കിലും ഇപ്പോൾ SLC +2 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ പുതുതായി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് SLC രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ +2 സർട്ടിഫിക്കറ്റ് അതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഓൺലൈൻ വഴി ചേർത്തിയതിന് ശേഷം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്നാണോ ഓൺലൈൻ ചേർത്തി അവിടെ ചെന്ന് വെരിഫൈ ചെയ്യുന്നത് അന്ന് മുതലുള്ള സീനിയോറിറ്റി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സമയത്തുള്ള നമ്മുടെ മൊബൈൽ നമ്പറിലോ അതല്ലെങ്കിൽ ഇമെയിൽ ID യിലോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതും ഓൺലൈൻ വഴി നമ്മൾ മാറ്റി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ മാറ്റം വരുത്തുന്നതിന് നേരിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ബന്ധപ്പെടേണ്ടതില്ല. അപ്പോൾ ഇനി എങ്ങനെ ഏറ്റവും സിമ്പിളായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്പെഷ്യൽ റിന്യൂവൽ അതല്ലെങ്കിൽ നോർമൽ റിന്യൂവൽ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വരുന്ന വിൻഡോ ആണ് തുറന്നു വരിക. അതിൽ എഗ്രി ചെയ്തതിന് ശേഷം നമ്മുടെ ഡിസ്ട്രിക്ട് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണോ അതും, അതുപോലെ മൊബൈൽ നമ്പർ ഏത് നമ്പറാണോ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ സമയത്ത് നൽകിയിട്ടുള്ളത് ആ നമ്പർ തന്നെ നൽകുവാൻ ശ്രമിക്കുക. നമ്പർ തെറ്റായാൽ കയറുന്നതല്ല. അതുപോലെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക, നമ്മുടെ കാർഡിലുള്ളത് പോലെ തന്നെ. അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുള്ള ഇതിൽ നിന്ന് കറക്റ്റായി സെലക്ട് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP അടിക്കുക. ഗെറ്റ് OTP അടിച്ചതിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് OTP മെസ്സേജായി വരുന്നതാണ്. ഈ ഒരു മെസ്സേജിലുള്ള OTP നമ്പർ കൃത്യമായി ഇതിൽ ടൈപ്പ് ചെയ്യുക. ഇത്തരത്തിൽ OTP അടിച്ച് സബ്മിറ്റ് ചെയ്താൽ നേരെ ഡാഷ്ബോർഡിലേക്കാണ് വരിക. അതിൽ നമ്മുടെ പ്രൊഫൈൽ കാണാം. അതുപോലെ ഏറ്റവും ആദ്യത്തേത് റിന്യൂവൽ എന്നതും രണ്ടാമത്തേത് സ്പെഷ്യൽ റിന്യൂവലും എന്നുമാണ്. റിന്യൂവൽ എന്നത് ഡേറ്റ് തെറ്റാതെ, അതായത് എക്സ്പയറായി 2 മാസത്തിനുള്ളിൽ പുതുക്കുന്നതിന് റിന്യൂവൽ എന്നും, അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള 1/1/2000 മുതൽ 30/10/2023 വരെയുള്ളത് പുതുക്കുന്നതിന് സ്പെഷ്യൽ റിന്യൂവലും ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ നിർബന്ധമായിട്ടും കയ്യിൽ വേണം. ഇനി അന്ന് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് മുഖേനയും സിമ്പിളായി നമുക്ക് റിന്യൂവൽ ചെയ്യാം. അതിനായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിൽ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. കാർഡ് നഷ്ടപ്പെട്ട ആളുകൾ, പല ആളുകൾക്കും കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എത്ര ആളുകൾ SLC സർട്ടിഫിക്കറ്റിൻ്റെ, അതായത് ഒറിജിനൽ SLC സർട്ടിഫിക്കറ്റിൻ്റെ പിറകുവശത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ രജിസ്ട്രേഷൻ സമയത്ത് അവർ എഴുതിയിട്ടുണ്ടാകും. അത് വെച്ച് അവർക്ക് ലോഗിൻ ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഓൾ ഇൻഫോ വേർഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു.